കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ രുചിയേറിയ ചിക്കൻ പൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്ങും അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൈ ക്രസ്റ്റുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. അത്രയും സൂപ്പറായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ പൈ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പൈ ക്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് 240 ml അളവിലുള്ള കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 50 ഗ്രാം വരെ ചേർത്താലും മതി. 100 ഗ്രാമൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ബട്ടർ ഇതിലേക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മൈദയുടെ ഓരോ ഭാഗത്തും എത്തുന്ന രീതിയിൽ അത്രയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബ്രെഡ് ക്രംസ് പോലെ ആയിട്ട് കിട്ടും. ഈ ഒരു രീതിയിലാവുന്നത് വരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. പിന്നെ നല്ല തണുത്ത വെള്ളം കേട്ടോ, തണുപ്പിച്ചെടുത്ത വെള്ളം വേണം ചേർക്കാൻ. ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂർ വെച്ച് അത്രയും നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ നല്ലതുപോലെ കുഴക്കുക. നമ്മൾ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് കുഴക്കാൻ വളരെ ഈസിയാണ്. വളരെ ചെറിയ സമയം കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുഴച്ചെടുത്ത ഈ ഒരു മാവ് ഞാൻ ക്ലിംഗ് റാപ്പിലേക്ക് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ മറ്റോ മാറ്റിയിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കണം. മാവ് ഒട്ടും പുറത്തോട്ടേക്ക്, അതായത് എയർ ഒട്ടും ഉള്ളിലോട്ട് കയറാത്ത രീതിയിൽ അത്രയും നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റാണ്. ഫ്രിഡ്ജിലല്ല, താഴെയല്ല കേട്ടോ, ഫ്രീസറിൽ തന്നെ വെക്കണം. 1 മണിക്കൂർ നമുക്ക് ഈ മാവ് ഇതേപോലെ ഫ്രീസറിൽ വെക്കേണ്ടതാണ്. ആ ഒരു സമയം കൊണ്ട് വേണം നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ മാവ് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണെങ്കിലും കുഴപ്പമില്ല. അവസാനം വേവിച്ചതിന് ശേഷം ബോൺ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ ചിക്കനിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ചിക്കൻ വെന്തോളും. അതിനായിട്ട് ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക്, അതായത് ഗ്രേവി ബാക്കിയുണ്ട് കേട്ടോ, അത് കളയണ്ട. അത് നമുക്ക് ലാസ്റ്റ് മസാല തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് കളയാതെ മാറ്റി വെക്കുക. അതുപോലെ വേവിച്ച ചിക്കൻ കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഇനി നമുക്ക് ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചൂടായ ഒരു പാനിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം, അത്രയും സമയം വഴറ്റുക. അപ്പോൾ ഇതിൽ ബട്ടർ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിതിൽ ഇനിയും ഒരുപാട് സാധനങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഒരു സവാളയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഷ്റൂം, അതായത് കൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മൾ ചിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂൺ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂണിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അഥവാ മഷ്റൂം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചിക്കൻ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മഷ്റൂം ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് വരെ ഇതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മഷ്റൂം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വരെ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ്, ഇത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് കേട്ടോ, അത് ചേർത്തിട്ടുണ്ട്. അതിലുള്ളത് ഗ്രീൻ പീസും ക്യാരറ്റും സ്വീറ്റ് കോണും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, അതായത് ചിലപ്പോൾ സ്വീറ്റ് കോൺ കയ്യിലില്ലെങ്കിൽ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ക്യാപ്സിക്കവും ഗ്രീൻ പീസും മാത്രമായിട്ട് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഫ്രോസൺ വെജിറ്റബിൾസാണ് ഞാൻ ചേർത്തത്, അതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് ഉള്ളെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പ് അധികം വേണ്ട കേട്ടോ, നമ്മൾ ചിക്കനിലെല്ലാം ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. അപ്പോൾ ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് ചേർത്താൽ മതിയാവും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക.
നമ്മൾ വേവിച്ച പച്ചക്കറികളൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ 1 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഒന്ന് സൈഡിലാക്കിയതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഇതിൻ്റെ ഒരു വശത്തായിട്ട് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. മൈദ ഇതുപോലെ ഒരു സൈഡിൽ ചേർത്ത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ മൈദയുടെ ഒരു പച്ചച്ചുവ അങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം 1 മിനിറ്റ് വരെ മൈദ മാത്രമായിട്ട് ഈ സൈഡിൽ നിന്നൊന്ന് ഇളക്കി വേവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തിട്ട് ഇട്ടാലും മതി കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ 1 മിനിറ്റ് വരെ അങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടിട്ട് വീണ്ടും 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മൈദയുടെ ഒരു പച്ച ചുവക്ക് അങ്ങ് മാറിക്കിട്ടും. ഇത് നല്ലതുപോലെ അങ്ങ് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് പാലാണ്. 1 കപ്പ് പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. പാൽ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. സാധാരണ പശുവിൻ പാലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ചിക്കൻ്റെ സ്റ്റോക്ക്, അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അഥവാ ഈ ഒരു വെള്ളം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു ചിക്കൻ ക്യൂബ്, സ്റ്റോക്ക് ക്യൂബ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ വേവിച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഡ്രൈ ബേസിൽ ലീവ്സ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ അല്ലെങ്കിൽ ബേസിൽ ലീവ്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫില്ലിങ് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും അവസാനം ഞാനൊരു 3/4 കപ്പ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അഥവാ ക്രീമും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്രീം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൈ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബേക്കിംഗ് പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ ഇത് വെച്ചിട്ട് ഈ ഒരു മാവ് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. നല്ലതുപോലെ ബലം കൊടുത്ത് ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 ഭാഗങ്ങളായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ കട്ട് ചെയ്തതിൽ നിന്നും ഇതുപോലെ നന്നായിട്ടങ്ങ് ഉരുട്ടി ഒരെണ്ണം മാറ്റി വെക്കുക. എന്നിട്ട് മറ്റേത് നമുക്ക് നല്ലതുപോലെ ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല വലിയതായിട്ട് പരത്തണം കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ച പൈ ഉണ്ടാക്കാനുള്ള ഒരു പാൻ ഉണ്ടല്ലോ, അതിന് കണക്കായിട്ട് അതിലിങ്ങനെ കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിൽ വലുതായിട്ട് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം നമ്മുടെ ഈ ഒരു പാനിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ കണ്ടില്ലേ, സൈഡിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലാക്കി കൊടുക്കണം കേട്ടോ. താഴെ ഭാഗം മാത്രം വെച്ചാൽ പോരാ, ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു മാവിരിക്കാനായിട്ട്. അപ്പോൾ അത്രയും വലുപ്പത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ മാവും കൂടി ഇതേപോലെ പരത്തിയെടുക്കാം. ഇതാ പരത്തിയെടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച മാവിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിംഗ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഫില്ലിംഗ് മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തോളൂ. നമ്മൾ ഒരു പൈക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അധികം കുറച്ച് പുറത്തോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഞാൻ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താഴെയും മുകളിലുള്ള 2 ചപ്പാത്തി ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ഒരുമിച്ച് ഒട്ടിച്ചെടുക്കണം. നല്ലതുപോലെ വിരൽ വെച്ച് അമർത്തിയിട്ട് തന്നെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് വേവുന്ന സമയത്ത് രണ്ടും വേറെ വേറെ ആയിപ്പോവും. അതുകൊണ്ട് പറ്റുന്നത്രയും നല്ലോണം രണ്ടും കൂടിയിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുക കേട്ടോ. താഴെയും മുകളിലുള്ള 2 മാവും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ ഞാൻ ഇതുപോലെ നിറയെ കീറലിട്ട് കൊടുക്കുകയാണ് കത്തി വെച്ചിട്ട്. അങ്ങനെയാകുമ്പോൾ അധികം ഇങ്ങനെ പൊങ്ങി വരാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും.
ആ ഒരു പൈയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിറയെ വരകളിട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു മുട്ട എടുത്ത് ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ഇതുപോലെ നന്നായിട്ടങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ മുകൾ ഭാഗം ഡ്രൈ ആയി പോവില്ല, നല്ലൊരു ഗ്ലേസ് കിട്ടും. നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള പൈ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മുട്ട താല്പര്യമില്ലാത്തവർക്ക് ബട്ടർ വെച്ചിട്ട് ബ്രഷ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട വെച്ചിട്ട് നിറയെ ബ്രഷ് ചെയ്തതിന് ശേഷം ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തത് 200 ഡിഗ്രിയിലാണ്. ഇപ്പോൾ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിലാണ് കേട്ടോ. 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് സമയം ഇതിന് ആവശ്യമുണ്ട് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ബേക്ക് ഓപ്ഷനിൽ, അതായത് താഴെ മാത്രം ഹീറ്റ് ആവുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 30 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ പൈ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 30 മിനിറ്റ് തന്നെ വേണ്ടി വന്നിട്ട് ഈ ഒരു രീതിയിലായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ പൈ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഭാഗം, ഒരു ക്വാർട്ടർ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊരു 4 പേർക്കുള്ള ഡിന്നറാണ് കേട്ടോ ഉള്ളത്. ഇത്രയും ഒരു അളവിലുണ്ടാക്കി കഴിഞ്ഞാൽ 4 പേർക്കുള്ള ഡിന്നറാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു പൈ ക്രസ്റ്റും അതുപോലെ ഫില്ലിങ്ങും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഇത് അടുപ്പത്ത് നമ്മൾ കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തയ്യാറാക്കാം. അല്ലെങ്കിൽ പ്രഷർ കുക്കറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്